ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇത്തിരി കുഞ്ഞിന് ആമക്കുട്ടനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിഷ്ടമുള്ള 3 കളേഴ്സിലെ യാൺ എടുക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു യാണിൻ്റെ ചെറിയൊരു പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന യാണിൻ്റെ 3 കളേഴ്സും ഒരേപോലെ 2 വിരലിൻ്റെ അളവിൽ ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരു 30 ടൈംസ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ആമയുടെ ഹെഡ് പോർഷനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 30 ടൈംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എൻഡ് പോർഷൻ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച യാണിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അതിന് മുകളിലേക്കായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി നല്ല ടൈറ്റായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒരു ബോളിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പ് കിട്ടുന്നത് വരെ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആമയുടെ ഹെഡ് പോർഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ യെല്ലോ കളർ യാണാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ 2 ഫിംഗേഴ്സിൻ്റെ അളവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇതിൽ 1 ഫിംഗറിലാണ് ഇതേപോലെയാണ് ചുറ്റി കൊടുക്കേണ്ടത്. 30 ടൈംസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലും ചുറ്റി കൊടുക്കേണ്ടത്. ആദ്യം ചെയ്ത അതേ രീതിയിൽ തന്നെ ഇതിനെയും ഒരു ചെറിയ യെല്ലോ പോംപോം ബോളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഹെഡ് പോർഷൻ സെറ്റായി. ഇനി നമുക്ക് ടർട്ടിലിന് ലെഗ്സ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫോർക്കാണ് യൂസ് ചെയ്യുന്നത്. യെല്ലോയുടെ 2 ഷെയ്ഡ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ലെഗ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് കളറാണോ എടുക്കുന്നത് ആ കളറിൻ്റെ ചെറിയൊരു പീസ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫോർക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഫോർക്കിൻ്റെ 2 ടൈംസ് ചേർത്ത് ഇതേ രീതിയിൽ യാണൊന്ന് ചുറ്റിയെടുക്കാം. ഇപ്രാവശ്യം 10 ടൈംസ് ആണ് കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ ചുറ്റിയെടുക്കേണ്ടത്. 10 ടൈംസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻഡ് പോർഷൻ കട്ട് ചെയ്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യാണിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അത് ഇതേ രീതിയിൽ സെൻറ്ററിലേക്കായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം.
ഇനി ഫോർക്കിൽ നിന്നെടുത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു കുട്ടി പോംപോം ബോൾ ഉണ്ടാക്കിയെടുക്കാം. ഇതേ രീതിയിൽ 3 പോംപോം ബോൾസ് കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ ടർട്ടിലിൻ്റെ എല്ലാ ബോഡി പാർട്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം കളർഫുൾ ആയിട്ടുള്ള ആ വലിയ പോംപോം ബോൾ തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഹെഡ് പോർഷനായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പോംപോം ബോൾ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള 4 പോംപോം ബോളുകളും അതാത് സൈഡുകളിലായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി കണ്ണുകൾ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സിൽവർ ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗൂഗിളി ഐസ് ഉള്ളവർക്ക് അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഈ ഇത്തിരി കുഞ്ഞൻ ടർട്ടിലിനെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഈസി ആയിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.